ഉയർത്തുമ്പമില്ലേ കണ്ണീർ അമിത് പോലറായിട്ടുള്ള ഒന്നാ കാണിച്ചേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അവൻ്റെ 3ാമത്തെ പിറന്നാളായിരുന്നു. നാട്ടിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തത്. നാട്ടിലായതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പുവിൻ്റെ ബർത്ത്ഡേന് വന്ന് ഞങ്ങളുടെ ഈ പരിപാടി ഗംഭീരമാക്കി തന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഈ വീഡിയോ വഴി ഒന്നും കൂടി നന്ദി പറയാണ്. നമ്മുടെ പൊന്മുടിയിലെ അമിത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു കല്യാണമായിട്ട് അച്ഛനും അച്ഛനല്ലേ അച്ഛൻ വീട്ടിൽ അമ്മയും സോജനും കുട്ടികളൊക്കെ ഇവിടെ കല്യാണത്തിന് പോയതാണ്. അപ്പം അച്ഛൻ വിളിക്കുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അമിതോട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. ആള് വീട്ടിലുണ്ട് കേട്ടോ. അതാ കാണിച്ചു അമിത് കാണിച്ചു. അതാ നിൽക്കുന്നു അമിത്. അമിത് ഓടിട്ടോ. അമിത് പോലറായിട്ടുള്ള ഒന്നാ കാണിച്ചേ. ഇത് നിൽക്കണം അമിതിന്റെ പോലെയോ കേട്ടോ. അമിത് എങ്ങനെ വീട് കണ്ടുപിടിച്ചേ? നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചേ? അന്ന് നിന്റെ ഇത് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിപ്പോല്ലോ. വണ്ടിയിട്ട് വന്നു നീ? അമ്മയുണ്ട്. ആണാ? എവിടെ? അവന്റെ അമ്മയൊക്കെ ഉണ്ട്. ഇത് എന്റെ അമ്മ കേട്ടോ. അത് അമിത്തിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ പൊളിക്കാൻ പോവാണ്. I'll open it for you. Wait. അമിത്തിനെ ഞാൻ ബൊലേറോ ക്ലബ് മീറ്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. ട്രിവാൻഡ്രം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് 2 ദിവസം ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആള് അപ്പുവിൻ്റെ പിറന്നാളിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് 2 ദിവസം മുന്നേ വന്ന് അവന് ഗിഫ്റ്റൊക്കെ കൊടുത്തു പോയിട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അമിതും കൂടി ഫാമിലൊന്ന് പോയി. അവിടുത്തെ ഓരോ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. അമിതിന് ഫാം കാണാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടേ കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ അമിത് അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനേ അല്ലേ യൂട്യൂബിൽ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ട് കേൾക്കണ്ടോ? യൂട്യൂബിൽ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ട് അത് കണ്ടിട്ട് അമിത് സെയിം വണ്ടി മേടിച്ചു. എന്നാലും വീഡിയോ കണ്ട ഒരാൾ വണ്ടി മേടിക്കണല്ലോ. അമിത് പൊന്മുടിയിലെ എൻ്റെ കൂടെ ദിവസം സ്പെൻഡ് ചെയ്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. അമിതിന്റെ മമ്മി ഉണ്ടോ? അത് നമുക്ക് കൂടാലോ. അമിത് തൃശ്ശൂര് വന്നിട്ട് സർപ്രൈസ് ആയിട്ട് വന്നോ കേട്ടോ. അവിടേക്ക് ഭയങ്കര സംഭവം ഇത്. അടുത്ത പ്രാവശ്യം അമിത് വണ്ടി ഉഷാറാവോ? ഷുറാ സെറ്റാക്കി അടിപൊളിയാക്കി ഇറക്കും. അമിത് അടുത്തുള്ള വണ്ടി പൊളിക്കുന്ന പറഞ്ഞു കേട്ടോ. എല്ലാം ഡിസ്ക് കാരിയർ എല്ലാം പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടി ഞാൻ ഓടിച്ചു നോക്കി, ഇന്നാ ഓടിച്ചു നോക്കി. അടിപൊളി വണ്ടിയാണ്. എന്തായാലും സെറ്റപ്പ് തന്നെ. അങ്ങനത്തെ വണ്ടികൾ കുറേ ഫാൻസ് ഉണ്ട് അവിടെ. എന്നിട്ട് ഇത് നശിച്ച് പോകാൻ പാടാത്ത ഒരു വണ്ടിയാണത്. അമിത അപ്പോൾ ഒരു സന്തോഷടാ. നീ ഇനി അധികം വഴിക്കണ്ട, നീ കൊച്ചിലേക്ക് വിട്ടോ. അപ്പോൾ എന്തായാലും വിട്ടോ. നീ ഇനി അധികം ലേറ്റ് ആണ്. ഒരുപാട് ഇട്ടാവണൊക്കെ മുന്നേ വണ്ടി ഓടിച്ച് പോകാൻ സുഖം. നമ്മുടെ തൊടിയിലുണ്ടായ പാടാട്ടോ. പഴുക്കണം. പോണ വഴിക്ക് തിരുവനന്തപുരം എത്തുമ്പോഴേ പഴുക്കുള്ളൂ. അവിടെ എത്തിയിട്ട് ഇത് ഏതാ പഴം? മൈസൂർ പോവാൻ. ഇപ്പൊ അമിത് തൊടിയൊക്കെ ഒന്ന് കണ്ടേ. അവിടെ ഉണ്ടായ പഴാ. ഒരു മരുന്നോ വിഷമൊന്നും ഇല്ലാതെ. മതി വെച്ചാ 2 മതി. വേണോ നമുക്ക്? അവർക്ക് കഴിക്കാൻ പഴുക്കുമ്പോ ഒന്നിച്ചാ പഴുക്കുക. പെട്ടെന്ന് കഴിക്കും. അങ്ങനെ പാട് ആ പാട്ട്. ഉയരുള്ളവരെ ഉയർത്തുമ്പമില്ലേ കണ്ണീർ രാമേട്ട ന്യൂ ഇയറിന്റെ പവർ ഉണ്ട്. ബാക്കി സ്ട്രോങ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഒന്ന് പിടിപ്പിച്ചാണല്ലോ രാമേട്ട. ഗംഭീരാവും.
രാമേട്ടാ ശനിയാഴ്ച നമുക്ക് പൊളിക്കണം. ഏയ്. രാമേട്ടൻ ഗംഭീരായി പാടണ ഈണൊക്കെ ഉണ്ടാവുമ്പോ നല്ല സ്വരമാണ് അല്ലേ? ഞാൻ പണ്ട് പാടിയിരുന്നോ കാര്യായിട്ട്? ശരി. നമുക്ക് രാമേട്ടാ ശനിയാഴ്ച നമുക്ക് പൊളിക്കണം. കാര്യമായിട്ടാ പറഞ്ഞേ, നമ്മളെല്ലാരും ഉണ്ടാവും. ഗംഭീരൊക്കെ നമുക്ക് പരിപാടി. ശനിയാഴ്ച ഇവിടെ ഒരു ഇടിവെട്ട് പരിപാടി ഉണ്ട്. ഫുള്ള് സെറ്റ് ചെയ്യണേ. ഞാൻ സ്പീക്കറൊക്കെ ഇറക്കണേ, ഞാൻ പറഞ്ഞു. സ്പീക്കറും പാട്ടും ട്ടാ ഞാൻ ബാക്കി കഴിഞ്ഞാൽ റെഡി ആക്കി തരാം. നിങ്ങളെ വിഷയമാക്കണ്ട. ഓക്കെ, സ്ട്രോങ് ആക്കും നമ്മള്. ശിവന്റെ സമയം ശരിയായില്ല. നമ്മുടെ കുട്ടിയുടെ പിറന്നാളിന്റെ ഭാഗമായിട്ട് പന്തൽ കെട്ടൽ തുടങ്ങി കേട്ടോ. എൻ്റെ ലൈഫിലെ വലിയൊരു ഈവൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണത്. കഴിഞ്ഞപ്പോൾ അടുത്തൊന്നും ഒരു പ്രോഗ്രാം നടക്കില്ലല്ലോ, അതിനുവേണ്ടി നമ്മൾ വെക്കേഷൻ വന്നത്. ഇപ്പം നമ്മുടെ ചേട്ടന്മാരൊക്കെ പന്തലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് തീരും. 5-ാം തീയതി നമുക്ക് കുറച്ച് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ രമേശ്, വൈറ്റ് സ്റ്റുഡിയോയിലെ രമേശാണ് ഇത് ചെയ്യുന്നത്. വീഡിയോഗ്രാഫിയൊക്കെ വീണയുടെ ചെയ്ത അതേ ആളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബൈറ്റ്സൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ചെറിയ സ്റ്റേജ് പോലെ കെട്ടണം. നമ്മുടെ രമേശ് ബ്രോ ഉണ്ടോ, നമ്മുടെ വീണയുടെ പിറന്നാളൊക്കെ പുള്ളിയെ ചെയ്തത്. വൈറ്റ് സ്റ്റുഡിയോ ആണ്. പുള്ളി നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. പുള്ളിയാണ് നമ്മുടെ അപ്പൂൻ്റെ പിറന്നാൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് 1-2 ലൊക്കേഷൻ നോക്കിയത്. അത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. സ്ഥലം കണ്ടില്ലേ രമേശ്? എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഞാനൊരു വണ്ടി ഭ്രാന്തനായതുകൊണ്ടും എൻ്റെ കുട്ടിയുടെ പിറന്നാൾ വണ്ടികളുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ഒരു വേറെ കേക്ക് കട്ടിങ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ ലൊക്കേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി. എടുക്കാം ആ ഭാഗത്തുനിന്ന്. ഓക്കെ, ഒരു കേക്ക് കട്ടിങ്ങിന്റെ ഒരു ഷോട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഓക്കെ, പിന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഹെലിക്യാം നമ്മൾ ബാക്കിയുള്ളവർ മാറി നിന്നിട്ട് ഓക്കെ ഓക്കെ ഇങ്ങനെ ഈ ഒരു വൈഡ് നല്ല രസം ഉണ്ടാവുക. ഓക്കെ, ഇത് തന്നെ രസം. മറ്റേത് വീടുകൾക്ക് അതിൻ്റെ അത്ര കുറെ വീടുകളും കാര്യങ്ങളാണ്. ഒരു വൈഡ് ഉണ്ട്. ഇതാണ് നല്ല ചെടിയുണ്ട് അല്ലേ? ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രസമായിട്ട് കാണാം അല്ലേ? ഒരു മൂന്നാർ ഫീൽ ഉണ്ട്. ശരിയാ, പെട്ടെന്ന് മനസ്സിലാവില്ലേ അല്ലേ? നമുക്ക് നേരിട്ട് അറിയല്ലോ. ഒന്ന് ക്യാമറ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടാ, അടിപൊളി അടിപൊളി, രക്ഷയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനും സോജിയും കുട്ടികളും കൂടി ഒരു അമ്പലത്തിൽ പോയി അപ്പുനെ തൊഴിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്പലത്തിലാണ് പോയത്. അതിൻ്റെ വിഷ്വലാണ് ഈ കാണുന്നത്. ഇത് രമേശ് ഡ്രോണിലെടുത്ത് എനിക്ക് തന്നതാണ്. നമ്മുടെ നാട് ഡ്രോണിൽ കാണാൻ ഭയങ്കര രസമാട്ടോ. ഒരു ബേർഡ് ഐ വ്യൂവിൽ കാണുമ്പോഴേ ഒരു രക്ഷയില്ല. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയും ഒരു ഡ്രോൺ സെറ്റപ്പ് ആക്കണം. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പോണ സ്ഥലങ്ങളൊക്കെ ഫുള്ള് കുന്നുമലയൊക്കെ ആകുമ്പോഴേ നല്ല രസമായിരിക്കും വീഡിയോയിൽ കാണാനായിട്ട്. പന്തലിപ്പണിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടാ. അപ്പോൾ ഒരുവിധം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മുകളിൽ കുറച്ച് ലൈറ്റ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. നല്ല രസമാണ് വണ്ടിയുടെ ബോണറ്റിൽ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന കാണാൻ. അപ്പോൾ ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് അതിൻ്റെ ബാക്കി പണിയൊക്കെ ചെയ്ത് കഴിക്കും. ഇനിയിപ്പോൾ നാളെ പോയി പടക്കമൊക്കെ മേടിക്കണം പിള്ളേർക്ക് പൊട്ടിക്കാനായിട്ട്. പടക്കല്ലേ? പടക്കം മേടിക്കാൻ കടയിലെത്തിയിട്ടാ. ഇതേ സ്ഥലം കുന്നംകുളം അല്ലേ? കുന്നംകുളം. പടക്കം കണ്ട് വെടിക്കെട്ടാക്കാന്ന് എഴുതിട്ടോ. എന്തായാലും നാട്ടിലെ വിഷു എനിക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കാനും പറ്റുള്ളൂ. ഇനി ഇത് സേഫായി വീട്ടിലെത്തിക്കാം. പടക്കം മേടിക്കുന്ന ആ ചടങ്ങും കഴിഞ്ഞു. റെജിംബ്രോ എത്തിട്ടാ. എവിടെ വാ ബാഗ് ഉണ്ട് എടുക്കാൻ. വാ കയറി എവിടെ പോവാ നോക്കോ. റെജിംബ്രോ നമ്മുടെ കുട്ടിയുടെ പിറന്നാൾ എത്തിയിട്ടാ. ടീഷർട്ട് പൊളിയാണല്ലോ. കാസർഗോഡിലെ ചെക്കനെ പോലല്ലോ ജോഷിയെ. ജിഷ്ണു ആള് ഭയങ്കര സെറ്റപ്പായി. മൈക്കും സ്പീക്കറൊക്കെ എത്തിയപ്പോഴത്തേനും കുട്ടികൾ ഗംഭീര കലാപരിപാടികളായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തുടങ്ങി ഒരു ഡാൻസും പാട്ടൊക്കെ. എടുത്തോ, കമ്പിത്തിരി എടുത്തോ.
ആ ഇതൊരു പാക്കറ്റ് പുറത്തേക്ക് വെച്ചോ. ബാക്കിയുള്ളതൊക്കെ ഓരോ സാമ്പിളായിട്ടേ എടുത്താൽ മതി. അത് കലക്കി. അത് ശ്വസിക്കണ്ടോ അല്ലാണ്ട്. രാമേട്ടോ എവിടെ നിങ്ങള് സോജ ശ്വസിക്കല്ലേ? അയ്യോ ഓടിക്കോ. നോയിട്ട് കാണില്ല. ഓടിക്കോ. ആ റെഡിയാ റെഡി രാമേട്ടാ പാടിക്കോ. ഹലോ രാഗമ്മ പാട്. പല്ലക്ക് നെരുപ്പ് എന്നെഞ്ചം കൂലും കുതടി തിരു കണ്ണടി മൂക്കുത്തി മാണിക്ക സികപ്പ് ഉമ്മച്ചാനയിൽ കുതടി അങ്ങനെ രാമേട്ടൻ്റെ ഗാനമേളോടുകൂടി തലേദിവസത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എടാ ജീപ്പിന്റെ ചാവി ഒന്ന് കൊടുക്കും. ആരുടെ ആരെ ജീപ്പ് എടുത്ത അവസാനം? നമ്മുടെ ജീപ്പിന്റെ. അവന് പൊറോട്ട റെഡി എടുക്കാൻ വേണം. വേണം കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ലഞ്ചും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വൈകിട്ടായപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട്
നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് ആ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തല്ലോ, അത് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ അങ്ങോട്ട് പോയിട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ടീംസിന് ഈ വണ്ടി വളരെ വലുതാണ് കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കാര്യത്തൊന്നും ഈ വണ്ടീനെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേനെ ഇവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ്പൂൻ്റെ രണ്ടാമത്തെ കേക്ക് മുറിച്ചത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അപ്പുവിൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ഫൈനൽ വീഡിയോ എൻ്റെ അടുത്ത വ്ളോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.